പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ മെട്രോ ഓടുന്നത്. ഇതേ റൂട്ടിലാണ് 4 സിറ്റി കോച്ചുകൾ ഉപയോഗിച്ചുള്ള സർവീസ് ട്രയൽ. 35 കിലോമീറ്റർ വേഗതയിലാണ് സർവീസ് ട്രയൽ നടത്തുന്നത്. നേരത്തെ 1 സിറ്റി കോച്ചുകൾ ഉപയോഗിച്ച് പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. സ്റ്റേഷനുകളിലേക്ക് ഒരുമിച്ച് ട്രെയിനുകൾ പ്രവേശിക്കുന്നത്, ക്രോസിംഗ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ, സിഗ്നലിംഗ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, അനൗൺസ്മെന്റ്, വാർത്താവിനിമയം തുടങ്ങിയവയുടെ പൂർണ്ണത എന്നീ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സർവീസ് ട്രയലിൽ നിരീക്ഷിക്കുന്നത്. യഥാർത്ഥ സർവീസിൽ ഓരോ സ്റ്റേഷനിലും അനുവദിച്ചിരിക്കുന്നത്ര സമയം ട്രയൽ സർവീസിലും സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തിയിടുന്നുണ്ട്. ആലുവ പാലാരിവട്ടം റൂട്ടിലെ 11 സ്റ്റേഷനുകളിൽ ഭൂരിഭാഗവും പ്രവർത്തന സജ്ജമായി. ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാകും. വൈകാതെ തന്നെ മെട്രോ യാത്രാ കാർഡുകളുടെ വിതരണവും തുടങ്ങും. രാവിലെ 5 മുതൽ മെട്രോ സർവീസ് ഉണ്ടാകും. ഉദ്ഘാടനം വരെ പരീക്ഷണ ഓട്ടം നടത്തി പൂർണ്ണ സജ്ജമായി കന്നിയോട്ടത്തിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി മെട്രോ. ഉദ്ഘാടനത്തിന് ശേഷം എങ്ങനെയാണോ മെട്രോ റെയിൽ സർവീസ് നടത്തുക, അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ട്രയൽ സർവീസും. യാത്രക്കാരെ മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിലും സ്റ്റേഷനുകളിൽ അനൗൺസ്മെന്റ്, ഡിസ്പ്ലേ ബോർഡ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു. ഉദ്ഘാടന തലേന്നുവരെ ഇത്തരത്തിൽ സർവീസ് ട്രയൽ നടത്തുമെന്നാണ് KMRL അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജ് മാർശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.